ഗൈസ്, എല്ലാവർക്കും ജുവൽ മാജിക് ഹോം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം തോന്നുന്നു നമ്മൾ വീഡിയോ കിട്ടിയിട്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കലോത്സവം കഴിഞ്ഞു. എൻ്റെ ചേട്ടായിയുടെ സ്കൂൾ കലോത്സവമാണ് കേട്ടോ ഇന്ന് 6:30 എങ്ങാണ്ടാണ്. അപ്പോൾ കലോത്സവം രാവിലെ തൊട്ടാണ്, പക്ഷേ എൻ്റെ ചേട്ടായിയുടെ എന്ന് പറഞ്ഞാൽ 6:30 എങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ നാടകം, അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾ പോകാണ് കേട്ടോ. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ കലോത്സവ വേദിയിലെത്തി കേട്ടോ. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. എവിടെയാണ് അച്ചുവിൻ്റെ മത്സരം നടക്കുന്നിടത്തില്ല. അവന് നാടകമാണ് കേട്ടോ. ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻ പ്രോഗ്രാം നടക്കുന്നിടത്ത് ഞങ്ങൾ ചെന്നു കേട്ടോ. പക്ഷെ അവിടെ അല്ല അവൻ്റെയൊക്കെ പ്രോഗ്രാം. ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, അവിടെ അല്ല. അപ്പം അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ മേളിൽ അതിൻ്റെ ഹോളിലാണെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഇവിടെ വരെ വന്നു. അവിടെ ഒന്ന് നോക്കട്ടെ. ഇതുവരെ അവനെ കിട്ടിയിട്ടില്ല. നോക്കട്ടെ. അതിപ്പോൾ അച്ചുവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, അവന് നാടകത്തിനകത്ത് എന്തോ ഒരു ഓഫീസറാണ്. ഹലോ, ഹായ്. ഹലോ സർ. അതെ. അപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് ഇത് ടൗൺ ഹാളിനകത്ത് വന്നു കേട്ടോ. ഞങ്ങൾ വെയിറ്റിങ്ങാണ്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അച്ചുവിനെ കണ്ടായിരുന്നു. അവന് നാടകത്തിൻ്റെ മേക്കപ്പിന് വേണ്ടി പോയിരിക്കുക. ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് ആളുകളേ ഉള്ളൂ. അവരുടെ തുടങ്ങിയിട്ടില്ല. മൈമ് എങ്ങാണ്ടാണ് ഇപ്പോൾ തുടങ്ങാൻ പോണത്. അപ്പോൾ ഗൈസ്, നമ്മളെ വന്ന സ്ഥലം മാറിപ്പോയി. നമ്മൾ പിന്നെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇത് നടക്കാൻ പോകുന്ന ഇവിടെയാണ് കേട്ടോ. നമ്മൾ അവനെ കണ്ടായിരുന്നു. നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഈ മെയിൻ ഡാൻസൊക്കെ വേറെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും മെയിനായിട്ടുള്ള ഡാൻസസൊക്കെ. ഇവിടെ അച്ചുവിൻ്റെ നാടകവും പിന്നെ വേറെ കുറച്ച് നാടകങ്ങളും ആണ് കേട്ടോ. അപ്പം നമുക്ക് നാടകമൊക്കെ കാണാം. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അവൻ എന്തോ വയനാടിൻ്റെ എന്തോ എന്നാ പറഞ്ഞേ. എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അടുത്തത് അച്ചുവിൻ്റെ നാടകം കേട്ടോ. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കേരള നാടകമാണ്. ഒരു രംഗം മാത്രമാണ് ഈ നാടകത്തിലുള്ളത്. അപ്പോൾ നാടകം കർട്ടൻ പൊക്കി നാടകം തുടങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നാടകം തീർന്നു കഴിഞ്ഞ് മാത്രമേ കർട്ടൻ ഇടാവുള്ളൂ. അതാണ് നിയമം. പിന്നെ നമ്മൾ ഈ നാടകം കളിക്കുമ്പോൾ നമ്മൾ അരങ്ങിലേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അതിലൊന്ന് നമ്മൾ സൈഡ് ഫ്ലാപ്പ് ഒക്കെ അല്ലെങ്കിൽ സൈഡ് തട്ടി എന്നൊക്കെ നമ്മൾ പറയും തിയേറ്റർ ഭാഷയിൽ. അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടെങ്കിലും ഒന്ന് മറച്ചിട്ട് അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ക്യാരക്ടറൊക്കെ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു കർട്ടനൊക്കെ കെട്ടിയിട്ട് ഒരു അരങ്ങെന്ന് പറയുന്നത് കാണുക, ഈ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുണ്ടാവും. നമ്മളിപ്പോൾ ഒരു രംഗവസ്തു ഒരു പ്രോപ്പർട്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി കാഴ്ചക്കാരന് മനോഹരമായി തോന്നണമെങ്കിൽ കൊടുക്കുന്ന രീതിയിൽ അവരോട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അവരത് ഭംഗിയായിട്ട് നടപടിയാക്കുന്നത്.
ആൾക്കാർ, ഞങ്ങളൊക്കെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നാടകം ചെയ്യുന്ന ആൾക്കാരാണ്. നാടകം
അപ്പോൾ ഗൈസ് എൻ്റെ ചേട്ടയുടെ നാടകമൊക്കെ കഴിഞ്ഞു. ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി പോവാം കേട്ടോ ഇവരെയൊക്കെ വിളിച്ചോണ്ട്. നമുക്ക് കഴിച്ചിട്ട് നമ്മൾ പോകണം കേട്ടോ. ഭയങ്കരമായിട്ട് ലേറ്റായി. ഇപ്പം എത്ര മണി കാണും? ഏകദേശം 10 മണി കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ബാക്കി വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കോ കേട്ടോ. നമ്മളൊരു ഹോട്ടലാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കിനി ഗൈസ് നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കണം. നമ്മൾ ഞങ്ങൾ തട്ടുകട കയറിട്ടോ. നാടക നടന്മാരും ഒക്കെ ഉണ്ട്. ദേ ഇരിക്കുന്നു. ഒരു നീ NDRF ആയിരുന്നോ? NDRF. നീയോടെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഓഫീസർ. നീ ഏതായിരുന്നു? ഞാൻ മകൻ. അപ്പോൾ ഞങ്ങൾ നിങ്ങളെന്താ പറഞ്ഞ കഴിക്കാൻ? കപ്പ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ. അവർക്ക് നാണോ ക്യാമറ കാണിച്ചില്ല. അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞ കഴിക്കാൻ? പൊറോട്ട. ജോസൂട്ടിനും പൊറോട്ട. ഞാൻ പൊറോട്ട, സാധാ പൊറോട്ട, പിന്നെ ഒരു കാട. ഇവര് ചിക്കൻ ഫ്രൈ, ഇവള് ചിക്കൻ. എന്താണെന്ന് നല്ല ചൂട് പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണും വന്നിട്ടുണ്ട്, ജോസൂട്ടിനും വന്നിട്ടുണ്ട്, ഗ്രേവിയും വന്നിട്ടുണ്ട്. അവന്മാരങ്ങനെ പോസ്റ്റായിട്ട് ഫുഡും വന്നിട്ടുണ്ട് കേട്ടോ. ആക്രാന്തം കൊണ്ട് കഴിക്കും. ഞാൻ പറഞ്ഞ കാട വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേർ പറഞ്ഞ ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്.